ധരിച്ചിരിക്കുകയാണ്. പക്ഷെ ഇത് എനിക്ക് കുറച്ച് പണി ബാക്കിയുണ്ട്. പ്ലീസ്. എൻ്റെ അമ്മ. ഇസ്ലാം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായ ഒരു കച്ചവട യുക്തിയാണ്. അല്ലാതെ ഈ കോസ്മിക് കോൺഷ്യസ്നെസ്സിനെ കണ്ടെത്താനോ നെബുലകളിലേക്ക് ഊളയിടാനോ ഉള്ള ശ്രമമൊന്നുമല്ല. ഞാൻ ഇന്നത് ചെയ്താൽ എനിക്ക് ഇത്ര കിട്ടും, ഞാൻ ഇത്ര ദിവസം പട്ടിണി കിടന്നാൽ എനിക്ക് ഇത്ര കിട്ടും, ഞാൻ അത് ചെയ്താൽ എനിക്ക് ഇത് കിട്ടും, ഇത് ചെയ്താൽ അത് കിട്ടും, ഇത്ര ദിവസം ഇത് ചെയ്താൽ. ഒരു കച്ചവട യുക്തി, ഒരു ട്രേഡ്, ഒരു ഭൗതിക ആസക്തിയിൽ പഴുത്തൊലിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് എല്ലാ ഭക്തനും. ഭക്തി എന്ന് പറയുന്നത് തന്നെ ഭൗതികമായ ആസക്തി എന്ന് തന്നെ അർത്ഥം. ഇസ്ലാമിൽ അത് ഇച്ചിരി കൂടുതലാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. തനിക്ക് വേണം ഓരോരോ കാര്യങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തർ വീട് വെച്ചിട്ടൊക്കെ പറയും ഇൻഷാ അല്ലാഹ് വീട് വെച്ചു, ഇൻഷാ അല്ലാഹ് പെപ്സി കുടിച്ച് ദാഹം മാറി, ഇങ്ങനെയൊക്കെ പറയാമെന്നല്ലാതെ സ്വന്തം ഭൗതിക ആസക്തികളെ ചാരി വെക്കാനായിട്ടുള്ള ഒരു ഭിത്തിയായിട്ട് ഇത്തരത്തിലുള്ള സൂപ്പർസ്റ്റിഷ്യൻസ്, ചാത്തൻ, മാരണം, ദുർമന്ത്രവാദം, മുഹമ്മദ് ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. മുഹമ്മദ് ആകാശത്തൊരു ദൈവമുണ്ട്, അദ്ദേഹം ചീർപ്പ് വെച്ച് അദ്ദേഹം മന്ത്രവാദം ചെയ്തിട്ടുണ്ട്, ഹദീസുണ്ട്, അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ സ്ഥിരം എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ ഖബറാണ്. സ്ത്രീയെ ഒരുപക്ഷെ മുഹമ്മദിനെ പ്രസവിച്ച ജാഹിലിയ കാലം, ഖദീജയെ പ്രസവിച്ച ജാഹിലിയ കാലം, മുഹമ്മദ് വന്നതിന് ശേഷം വേറൊരു മുഹമ്മദും ഇല്ല, വേറൊരു ഖദീജയില്ല. മുഹമ്മദിന് പോലും മുഹമ്മദ് എന്താണ് അവിടെ ചെയ്തത്? മറ്റുള്ളവരെ വിശ്വാസത്തെ ഹനിച്ചുകൊണ്ട്, അത് മോശമാണെന്ന് പറഞ്ഞുകൊണ്ട്, തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രബോധനവും നടത്തിയപ്പോൾ അത് അന്തസ്സായി സ്വീകരിക്കുകയും, അദ്ദേഹം എന്തായാലും അദ്ദേഹത്തെ കൊന്നതൊന്നും ഇല്ലല്ലേ. മുഹമ്മദ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നു ബലം? ഇസ്ലാമിന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ ചോരയുടെ ചരിത്രമാണ്. അത് ബഹുമാനപ്പെട്ട നവാസ് ജാന തന്നെ പറഞ്ഞത് ഞാൻ വായിക്കാം. അദ്ദേഹം ഈ റെസ്റ്റോറൻറ്റിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഞാനിതൊന്ന് വായിക്കാതെ വിടുന്നത് അദ്ദേഹത്തോട് ചെയ്യുന്ന ഒരു പാവമായിരിക്കും. ഇസ്ലാമിൻ്റെ മുഖം മിനക്കി ഇസ്ലാമിനെ സമാധാനവും ശാന്തിയുമാക്കി അവതരിപ്പിച്ച് ആളുകളെ മിസ്ഇൻഫോർമേഷൻ നൽകി വെള്ളം കൂട്ടി പരിധിയിലധികം നേർപ്പിച്ച് അവതരിപ്പിക്കുന്ന ആധുനിക ഇസ്ലാമിസ്റ്റുകളുടെ പച്ചക്കള്ളങ്ങൾ സഹിക്കാനാവാതെ ഞാൻ ഒരു ജബ്രയായി വീണ്ടും മാറുകയാണ്. അദ്ദേഹം രണ്ട് രീതിയിലാണ് ആളുകളെ വിലയിരുത്തുന്നത്, ജബ്ര ആൻഡ് കോബ്ര. ആലോചിക്കുക എന്തൊക്കെയാണ്. ഇനി വരാൻ പോകുന്ന പോസ്റ്റുകളിൽ രക്തരൂക്ഷിതമായ ഇസ്ലാമിൻ്റെ യഥാർത്ഥ ചരിത്രം ഞാൻ അവതരിപ്പിക്കാൻ ശ്രമിക്കും. ബനി മുസ്ലഖ്, നഖല സംഭവം, ബനു നദീർ, ഇതൊക്കെ ജൂത ഗോത്രങ്ങളാണ്. ബനു ഖുറൈദ, ഖൈബറിലെ ജൂതക്കോട്ടക്കൊല, ഖാലിദ് ബിൻ വലീദിന്റെ സമാനതകളില്ലാത്ത കൂട്ടക്കൊലകൾ, അതിന് ഖലീഫമാരുടെ പിന്തുണ, ഇതെല്ലാം ഞാൻ അനാവരണം ചെയ്യുമെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട സംവാദകൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് യാതൊരു തർക്കവുമില്ല. ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ടോർച്ചർ വിതിൻ ആൻഡ് എ ടെറർ വിതൗട്ട്. ആന്തരികമായി ഒരു പീഡനം, ബാഹ്യമായ ഒരു ഭീകരത. അൺഫോർച്ചുനേറ്റ്ലി ആണ് ഞാൻ പറയുന്നില്ല. കാര്യം വെച്ചാൽ ഇത് ആ ദർശനത്തിൻ്റെ പ്രത്യേകതയാണ്. എല്ലാ മതങ്ങളും ഒരുമാതിരി ഒതുങ്ങി ലക്ഷങ്ങളെ കൊല ചെയ്തുകൊണ്ടാണ് ക്രിസ്ത്യാനിറ്റി. എല്ലാ മതങ്ങളും ഉണ്ടാകുമ്പോൾ ചോരയാണ് ഒഴുകുന്നത്, എല്ലാ പ്രവാചകന്മാരും വരുമ്പോഴും ചോരയാണ് ഒഴുകുന്നത്. പക്ഷേ ക്രിസ്ത്യാനിറ്റിയൊക്കെ ഒരുമാതിരി ചോരയെന്നൊക്കെ ഉള്ള ആ ഒരു ഇനിപ്പൊക്കെ മാറി ഒരുമാതിരി മുന്നോട്ട് പോകുമ്പോഴും ഇപ്പോഴും അതേ പ്രാകൃതമായിട്ടുള്ള മനുഷ്യവിരുദ്ധമായ, മാനവിക വിരുദ്ധമായ ചോരയുടെ ദർശനമായി ഇസ്ലാം മുന്നോട്ട് പോകുന്നു. കാരണം എന്താണ്? അതൊരു ഇൻഡിവിജ്വൽ കൾട്ടാണ്, ഒരു പേഴ്സണൽ കൾട്ടാണ്. ഒരു വ്യക്തിയെ ആശ്രയിച്ചിരിക്കുന്നു. അദ്ദേഹം എന്തു ചെയ്തു, എന്തു പറഞ്ഞു, എന്തു ചിന്തിച്ചു, അതാണ് പ്രശ്നം. ഇനി സൂര്യൻ ചെളിക്കുണ്ടിൽ പോയി, ഇപ്പോൾ ദുൽഖർനൈൻ്റെ ഒരു കഥ പറയുന്നുണ്ട്. ദുൽഖർനൈൻ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ അലക്സാണ്ടർ. അദ്ദേഹം സൂര്യനെ ചേസ് ചെയ്തിട്ട് പോയിട്ട് ഒരു ചെളിക്കുണ്ടിൽ പോയി ഇറങ്ങി കുളിച്ച് തോർത്തൊക്കെ ആയിട്ട് വീണ്ടും കയറി വരുന്ന ഇതൊക്കെയാണ് ഇസ്ലാമിലെ കഥ. ഈ ഇസ്ലാമിലെ ദൈവം എന്ന് പറയുന്നത് ആദ്യമേ ഞാൻ പറഞ്ഞു, ഇസ്ലാമിലെ ദൈവം മുഹമ്മദാണെന്ന്. അദ്ദേഹം അത് കണ്ണിച്ചതായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അദ്ദേഹം അതാണല്ലോ കണ്ണിക്കേണ്ടത്. അല്ലാതെ ഞാൻ ബിഗ് ബാങ്ങിനെ കണ്ണിച്ചില്ല, അല്ലെങ്കിൽ ഞാൻ എന്താ പറഞ്ഞ ഇൻ്റലിജൻറ്റ് ഡിസൈനെ കണ്ണിച്ചില്ല, അല്ലെങ്കിൽ ഞാൻ പ്രോബബിലിറ്റി തിയറിയെ കണ്ണിച്ചില്ല. ഇതൊക്കെയല്ല പറയേണ്ടത്. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഇസ്ലാമിലെ ദൈവം മുഹമ്മദാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു സംവാദകൻ ആദ്യം കണ്ണിക്കേണ്ടത് വസ്തുനിഷ്ഠമായിട്ട് അതാണ്. യുവർ ഗോഡ് ഈസ് ഡിഫറെൻറ്റ് ആസ് യു നോർമലി സേ അബൌട്ട്. യു ആർ സേയിങ് ടോക്കിംഗ് അബൌട്ട് സംതിങ് എൽസ്. ഒരു ആകാശ പൗരൻ, അള്ളാഹു എന്ന് പറയുന്ന ആകാശ പൗരൻ. അള്ളാഹുവിനെ എല്ലാവരും അന്ന് ഈവൻ ഞാൻ പറഞ്ഞു എല്ലാവരും അള്ളാഹുവിനെ അംഗീകരിച്ചിരുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷെ അവരെ പോലും ഇസ്ലാം വെച്ചിരുന്നില്ല. അപ്പോഴാണ് അള്ളാഹു എന്ന് ചോദിക്കുന്ന അവിശ്വാസികളുടെ കാര്യം. അവരെ പോലും വെച്ചിരുന്നില്ല. അതെ, അള്ളാഹുവിനെ അംഗീകരിച്ചിരുന്നവരെ പോലും അംഗീകരിക്കാതെ അത്രയ്ക്ക് വളരെ വിഭാഗീയമായിട്ടുള്ള സ്വന്തം താൻ മാത്രം, തനിക്ക് ശേഷം പ്രളയം എന്ന് ചിന്തിച്ച ഒരു മനുഷ്യൻ്റെ മാനസികമായിട്ടുള്ള വിഭ്രാന്തികളിൽ നിന്ന് ഉതിർകൊണ്ട ഒരു ദർശനമാണ് ഇസ്ലാം എന്നാണ് ഞാൻ പറഞ്ഞത്. അതിനെ ആയിരുന്നു അദ്ദേഹം കണ്ണിക്കേണ്ടതെന്ന് ഞാൻ ആശിക്കുന്നു. അദ്ദേഹം അത് ചെയ്തില്ല. ഇനി ഇസ്ലാമിൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. സമയം കിട്ടുന്നതനുസരിച്ച് പറയാൻ പറ്റും. പ്ലീസ്. ജീവിതം എന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ പണ്ട് സംശയം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഇപ്പോൾ ലോറി കയറി മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് മേലോട്ട് ചെല്ലുന്നത്? ആ രീതിയിലാണോ? 6 മാസം പ്രായമുള്ള
മരിക്കുന്നു, 1 വയസ്സ് പ്രായമുള്ള മരിക്കുന്നു, കുഷ്ഠം പിടിച്ച് മരിക്കുന്നു, ക്ഷയം പിടിച്ച് മരിക്കുന്നു. ഇവരെല്ലാം എങ്ങനെയാണ് മേളിലോട്ട് ചെല്ലുമ്പോൾ എടുക്കുകയെന്ന് ചോദിച്ചപ്പം എൻ്റെ ഒരു പഴയ എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് പറഞ്ഞു, അത് സാറേ 22 വയസ്സുള്ള ഒരു യുവകുമാരനായിട്ടായിരിക്കും സ്വർഗത്തെടുക്കാന്ന്. എന്താ സ്വപ്നങ്ങളുടെ ഒരു പ്രവിശാലതയൊന്ന് ആലോചിച്ച് നോക്കേ. 22 വയസ്സ്, 21 ആക്കാമായിരുന്നു അവന്. പക്ഷേ രസം എന്താണ്, ഈ മരണം കാത്തുകൊണ്ടാണ് ഹമാസിന്റെ ചാർട്ടിലൊക്കെ പറയുന്നതാണ്, നിങ്ങൾ ജീവിതം ഇഷ്ടപ്പെടുന്നത് പോലെ ഞങ്ങൾ മരണം ഇഷ്ടപ്പെടുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ എങ്ങനെ ജീവിതം ഇഷ്ടപ്പെടുന്നു? നമ്മൾ ജീവിതത്തെയാണ് ഇഷ്ടപ്പെടുന്നത്. ഓരോ നിമിഷവും അനർഹമാണ്. ഇത് കഴിഞ്ഞ് വേറെ സെക്കൻഡ് ഇന്നിങ്സ് നമ്മൾ നോക്കുന്നില്ല. ഓരോ നിമിഷവും സ്നേഹിച്ചും സഹകരിച്ചും മനുഷ്യനെ മനസ്സിലാക്കിയും അറിഞ്ഞും നമ്മൾ അസ്തമിക്കുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. ഇത് ഇവിടെയല്ല, സെക്കൻഡ് ഇന്നിങ്സിലാണ്. പാട് കെട്ടിയിരിക്കുന്ന സെക്കൻഡ് ഇന്നിങ്സിന് വേണ്ടിയാണ്. പക്ഷെ പാട് കെട്ടി സെക്കൻഡ് ഇന്നിങ്സ് ഇരിക്കുന്ന ഒരാൾ അവിടെ ചെന്നിട്ടില്ല ഇതുവരെ. എല്ലാം ഇല്ലേ ചെക്ക് പോസ്റ്റിൽ ലോറി കാത്തു കിടക്കുന്നോണം ഇങ്ങനെ കിടക്കാണ്. ഖബറിൽ എത്ര നാൾ കിടക്കും ചോദിക്കുകയാണ് ഒരു പണ്ഡിതൻ, മുസ്ലിം പണ്ഡിതൻ ഇൻവെർട്ടർ കോമ, മതപണ്ഡിതൻ. അദ്ദേഹം പറയുകയാണ്, ഖബറിൽ എത്ര നാൾ കിടക്കും? ഖബറിൽ എത്ര നാൾ കിടക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. മേ ബി 2 മില്യൺ ഇയേഴ്സ്. അത് കഴിഞ്ഞിട്ടാണ് ഉയർത്തുന്നത്. അത് കഴിഞ്ഞ് വേറെ മഷ്ഹർ എന്ന് പറയും, വേറൊരു ഐറ്റം ഉണ്ട്. അത് നമ്മുടെ ക്രിസ്ത്യൻ പർഗേറ്ററി പോലെയുള്ള ഒരു ഇടത്താവളമാണ്. അവിടെ ഉണ്ട്. പിന്നെ അവിടെ കിടന്ന് അവിടെ എത്ര വർഷം അവിടെ കറക്റ്റായിട്ട് കിടക്കുന്ന ഇദ്ദേഹത്തിന് അറിയാം. കാര്യം എന്താണ്, ഇദ്ദേഹം വെളിപാടിൻ്റെ ആളാണ്. 50,000 വർഷം. ഖബറിൽ എത്ര കിടക്കുമെന്ന് അറിയില്ല. പക്ഷേ ഈ രണ്ടാമത്തെ സ്ഥലത്ത് കിടക്കുന്ന എത്രയാണെന്നറിയാം, 50,000 വർഷം കൃത്യമായിട്ട് അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് അവസാനം ആളിനെ വിളിക്കുന്നത്. കുറേ പേർക്ക് സ്വർഗം എഴുതി കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ഖലീഫമാർക്കൊക്കെ സ്വർഗം ടിക്കറ്റ് അടിച്ചടിച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളവരെയൊക്കെ കാര്യം മൊത്തം എന്താണ്, ട്രയലാണ്. ദൈവം എന്തിനാ ട്രയൽ ചെയ്യുന്നത്? സൃഷ്ടികളെ ഉണ്ടാക്കിയിട്ട്, അല്ലെങ്കിൽ സൃഷ്ടിയില്ലെന്ന് ഞാൻ പറഞ്ഞു, സൃഷ്ടിയായിട്ട് ആളുകളെ ഉണ്ടാക്കിയിട്ട് അവർക്ക് ഓരോ പ്രലോഭനങ്ങൾ കൊടുത്തിട്ട്, അവർക്ക് ഓരോ ഇത് കൊടുത്തിട്ട്, അവരെന്തെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ അവരെ ശിക്ഷിക്കുന്ന ഒരു ദൈവം. ഇവർ ശരിക്കും ക്രിസ്ത്യാനിറ്റിയെ ആക്ഷേപിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രിസ്ത്യാനിറ്റി ക്രിസ്തുവിനെ ഇവിടെ വിട്ടിട്ട് അദ്ദേഹത്തെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിച്ചിട്ട് അദ്ദേഹത്തെ ശിക്ഷിക്കുന്നു. അത് ശരിയാണോ എന്നൊക്കെയുള്ള രീതിയിലാണ്. ക്രിസ്തുവിനെ എന്താണോ യഹോവ ചെയ്തത് അത് തന്നെയാണ് അള്ളാഹു മനുഷ്യരെയും ബാക്കിയുള്ള ആൾക്കാരെയും ചെയ്യുന്നത്. സൃഷ്ടിക്കുക, ഇവിടെ ഓരോന്ന് ചെയ്യുക, അതിന് മാർക്കിടുക, മാർക്കിട്ടിട്ട് എന്തിനു പരീക്ഷണം എന്ന് പറഞ്ഞാൽ അജ്ഞാനത്തിൽ നിന്നാണ് പരീക്ഷണം വരുന്നത്. നിങ്ങൾക്ക് ഉറപ്പില്ല എന്താണ് ശരിയെന്ന്. ഒരു വ്യക്തി, ഞങ്ങൾ അധ്യാപകർ പരീക്ഷ നടത്താറുണ്ട്. വിദ്യാർത്ഥികളെക്കുറിച്ച് പൂർണ്ണമായും ഞങ്ങൾക്കൊരു ഒബ്ജക്റ്റീവായിട്ടുള്ള ഇത് കിട്ടാനാണ്. സർവജ്ഞാനിയായിട്ടുള്ള ഒരു ദൈവത്തിന് അതിൻ്റെ ആവശ്യമുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കുക. ദൈവം സർവജ്ഞാനിയാണെന്ന് പറയുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ടാണ് ഐസിസിൻ്റെ മനുഷ്യനെ പച്ചയ്ക്ക് കൊളുത്തുന്നു, കടൽക്കരയെ കൊണ്ടുവന്ന് വെട്ടിയെറിഞ്ഞ് കൊല്ലുന്നു. ഈ വാർത്തകളൊക്കെ കേട്ടവൻ നല്ല മനസ്സുള്ള മുസ്ലിങ്ങൾ അവർ പറയുന്നൊരു കാര്യമുണ്ട്, ഇത് ഞങ്ങളുടെ മതമല്ല, ഇതല്ല ഞങ്ങളുടെ മതം. ജഗദീഷ് കുമാർ പറയുന്നു, ഇതല്ല ഞങ്ങളുടെ മതം. പക്ഷേ ബഹുമാനപ്പെട്ട സംവാദകൻ അതിനകത്ത് വേറെ അഭിപ്രായം ഉണ്ടാകാൻ വഴിയില്ല. അതുകൊണ്ട് പക്ഷേ സാധാരണക്കാരുടെ മുസ്ലിം വിശ്വാസികൾ പറയുന്നതാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്നറിയാവും? അവർ കരുതിയിരിക്കുന്ന അവരുടെ മതം എന്ന് പറയുന്നത് വളരെ ഉദാത്തമായ, ശാസ്ത്രീയമായ, മാനവികമായ ഒരു വലിയ സാധനമാണ് അതെന്നും, അങ്ങനെ ഒരു മതത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ്. സംഗതി വളരെ ശരിയാണ്. അതായത് ഇവർ ജീവിക്കുന്ന ഇന്നത്തെ ആധുനിക ജനാധിപത്യ സമൂഹത്തിലാണ്, മതേതര മൂല്യങ്ങളാൽ നിബിഡമായ ഒരു സമൂഹത്തിലാണ്. ഇവിടെ മനുഷ്യന് വിലയുണ്ട്, മനുഷ്യൻ്റെ ജീവന് വിലയുണ്ട്, സ്ത്രീക്ക് വിലയുണ്ട്, അവളുടെ പദവിക്ക് വിലയുണ്ട്. ആ ഒരു ജീവിതം നയിക്കുന്ന അവർക്ക് ഈ പുസ്തകങ്ങൾ അനുസരിച്ച് വളരെ കൃത്യമായിട്ട് ഈ കൊലകളും ഈ കത്തിക്കലുകളും നടത്തുന്ന ആളുകളെ അംഗീകരിക്കാൻ സാധിക്കില്ല. പക്ഷെ അവർ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ യഥാർത്ഥത്തിൽ പുസ്തകമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഐസിസ് ആണ് ഇസ്ലാമിക്, അല്ലാതെ ഇന്നത്തെ നല്ലവരായ സമാധാനം കാംക്ഷിക്കുന്ന മുസ്ലിങ്ങളല്ല. നിങ്ങൾക്കാണ് തെറ്റുപറ്റിയിരിക്കുന്നത്. നിങ്ങൾ നേർപ്പിച്ച് മതം ഉപയോഗിക്കുന്നു. നിങ്ങൾ യുക്തി അധിഷ്ഠിതമായി വേണ്ടതെടുത്തും തിരിഞ്ഞും മതം ഉപയോഗിക്കുന്നു. ഐസിസിനെ പോലെയുള്ളവൻ, അൽ ഖയ്ദയെ പോലെയുള്ളവൻ അക്ഷരാർത്ഥത്തിൽ മതം നിർവഹിക്കുന്നു. ദാറ്റ്സ് എ ഡിഫറൻസ്. ഇതാണ് യഥാർത്ഥ പ്രശ്നം. ഈ പുസ്തകം മാറ്റാൻ പാടില്ല. ഖുർആൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖുർആൻ്റെ മാറ്റം ഉണ്ടായില്ല എന്നുള്ള സാധനമൊക്കെ പൊളിഞ്ഞു കഴിഞ്ഞല്ലോ, അതിനകത്ത് സംശയമൊന്നുമില്ല. ഖുർആൻ്റെ ആദ്യം തൊട്ട് അവസാനം വരെ ഇപ്പോൾ വായിക്കുന്ന പുസ്തകങ്ങളിൽ കുറേ നാൾ പറഞ്ഞിരുന്ന പാരായണത്തിൽ വ്യത്യാസമാണെന്ന് പറഞ്ഞുകൊണ്ട് നടന്ന കുറേ നാളുണ്ടായിരുന്നു. അതൊക്കെ പോട്ടെ, ഇതൊന്നും എല്ലാം കൂടെ പറയാൻ പറ്റത്തില്ല. അപ്പം ഇതാണ് പ്രധാനമായിട്ട് ചൂണ്ടിക്കാണിക്കേണ്ട ഒരു വിഷയം. എങ്ങനെയാണ് ഒരു മതം മാനവവിരുദ്ധമായിട്ട് മുന്നേറുമ്പോൾ, ഞാനിവിടെയുള്ള നല്ലവരായിട്ടുള്ള എല്ലാവരും നല്ലവരാണ് മനുഷ്യൻ, നമ്മളൊരു ദർശനമാണ് നമ്മളിൽ, അല്ലെങ്കിൽ ഒരു ചിന്താഗതിയാണ് നമ്മളെ മോശമാക്കുന്നത്. എത്ര മിനിറ്റ്? 1 മിനിറ്റ് സർ. അപ്പം ആ ചിന്താഗതി നമുക്ക് കാലികമായി പരിഷ്കരിക്കാൻ കഴിയണം. നിങ്ങളിപ്പോൾ ഇസ്ലാം മതത്തിൽ പിന്തുടരുന്നതിലോ ഏതെങ്കിലും ഒരു മതത്തിൽ പിന്തുടരുന്നതോ ഒരു വലിയൊരു പ്രശ്നമാകുന്നില്ല. നിങ്ങൾക്ക് നേരെ പാഞ്ഞു വരുന്നത് ഈയാമ്പാറ്റകളും അപ്പൂപ്പൻ താടികളും ആണെങ്കിൽ നിങ്ങൾക്ക് തട്ടി മുന്നോട്ട് പോകാം.
എല്ലാ മതങ്ങളും പ്രതിബന്ധങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അത് ഈയാൻ പാറ്റകളും അപ്പൂപ്പൻ താടികളും കടലാസ് കഷ്ണങ്ങളും ആണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. പക്ഷെ കത്തികളാണ് പാഞ്ഞു വരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അത്തരം കത്തികളാണ് നമ്മൾ പിടിച്ചു മാറ്റേണ്ടത്. മതം ആചരിക്കുന്നതിൽ പ്രശ്നമില്ല, പക്ഷേ ഇതേപോലെയുള്ള മതാചരണം സമൂഹത്തിന്, ഇപ്പോൾ അമേരിക്ക രക്ഷിക്കണം എന്നാണ് പറയുന്നത്. അമേരിക്ക സാമ്രാജ്യത്തെ എല്ലാത്തിനും അമേരിക്കയുടെ മേളിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിൻ്റെ അത്രയും വലിയൊരു സാമ്രാജ്യം ഈ ലോകത്തുണ്ടായിട്ടുണ്ടോ? ഒരുപക്ഷെ റോമൻ സാമ്രാജ്യം ഉണ്ടായിട്ടുണ്ടാവും. 14 നൂറ്റാണ്ടായി ലോകമെമ്പാടും പടർന്ന ഒരേ ഉമ്മത്തെന്ന് പറയുന്ന സാധനം. നിങ്ങൾ ഒരുവനെ കൊന്നു കഴിഞ്ഞാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നതുപോലെയാണ് എന്ന് പറയുന്നത് ശരിക്കും ഉമ്മത്തിൽപ്പെട്ട ആൾക്കാരെയാണ്. പലർക്കും തെറ്റിദ്ധാരണയുണ്ട് മനുഷ്യരെല്ലാം കൊല്ലുകയാണ്. എന്തുകൊണ്ടാണ് പാലസ്തീനിൽ ഒരാൾ മരിക്കുമ്പോൾ ഇവിടെ ഒരു മുസ്ലിമിനെ നോക്കുന്നത്? ഉമ്മത്തിൽപ്പെട്ടവനാണ്. പെഷവാറി മരിക്കുമ്പോൾ അത് വരുന്നില്ല, കാരണം അവൻ്റെ ദർശനം അങ്ങനെയാണ്. ഒരു മനുഷ്യനെ കൊല്ലുമ്പോൾ മൊത്തം ആൾക്കാരെയും കൊന്നതാണെന്നുള്ള ചിന്ത വരാൻ കാരണം ഉമ്മത്തെന്നുള്ള സാമ്രാജ്യത്വ ബോധം. തങ്ങളൊരു സാമ്രാജ്യമാണ്, തങ്ങളൊരു ജനതയാണ്, തങ്ങൾക്ക് കീഴിൽ എല്ലാം വരണമെന്നുള്ള ബോധം, അത് ഇസ്ലാമിൻ്റെ അടിത്തട്ട് പ്രമാണമാണ്. അതാണ് വളരെ അപകടമായി തുടരുന്നത്. താങ്ക് യു. ഇനി ചോദ്യം